ആദ്യത്തെ കഥയിലെ നായകന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കൈ ഇത്രയും പൊക്കാനേ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഉടനെ ഡോക്ടറെ കണ്ടു. വിശദമായ ചികിത്സകൾ, പരിശോധനകൾ കൂടുന്തോറും ഇദ്ദേഹത്തിന് ആദ്യം വർദ്ധിച്ചു വന്നു. അവസാനം ഡോക്ടർമാർ ഒരു വിധി എഴുതി. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു അസുഖമാണ്. ആദ്യം കൈകൾ അനക്കാൻ പറ്റാണ്ടാവും, പിന്നെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അങ്ങനെ അനക്കാൻ പറ്റാതായി 6 മാസം ആണ് ജീവിക്കാൻ അദ്ദേഹത്തിനുള്ളത് എന്നൊരു തീരുമാനമാവുന്നത് ഇന്ന് രാവിലെ കൈ വയ്യാതാവുന്നു. ഇന്ന് രാത്രിയാണ് വിവരം അദ്ദേഹം അറിയുന്നത്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും മാനസികമായി തകർന്നുപോയി. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല. അന്ന് രാവിലെ എഴുന്നേറ്റ് എന്തോ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ലെവൽ വന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ടല്ലേ മരിക്കുള്ളൂ. അപ്പോൾ ഞാനത് ഇവിടെ കിടന്ന് മരിക്കേണ്ട കാര്യമില്ലല്ലോ, സോ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ആക്ച്വലി ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിച്ചില്ല. എന്നാൽ പുള്ളിയുടെ നിർബന്ധത്തിൽ ഡിസ്ചാർജ് വാങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഞാനൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് കരുതി ഇവിടുത്തെ കൊച്ചിയിലുള്ള ഒരു കോൺടാക്റ്റ് വഴിയാണ്. ഇദ്ദേഹം മുംബൈയിലുള്ള അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹം വഴി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുകയും അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള അടുപ്പം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ വലിയൊരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഥ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം അദ്ദേഹം ഈ കേരളത്തിലൊക്കെ ജനിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ കുറേ കളിച്ചൊക്കെ നടന്ന് വേണ്ടത്ര പഠിക്കാതെ ഒക്കെ ചെയ്ത അദ്ദേഹം പിന്നെ അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോച്ചിങ്ങിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും ആ കുട്ടിക്ക് CA കിട്ടുകയും ഇദ്ദേഹത്തിന് കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ വാശി കൊണ്ട് 3 മാസം പഠിച്ച് CA എടുത്ത ആളൊക്കെയാണ്. അവിടെ നിന്നൊരു ജോലിയിൽ പ്രവേശിക്കുകയും ആ ജോലിയിൽ തന്നെ റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരികയും അപ്പോൾ അവിടെ ഒരു കോവിഡ് സമയത്തൊക്കെ 3 മാസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുകയും അവിടെ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യാൻ വളരെ കുറച്ച് സമയം കൊണ്ട് പറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള മനുഷ്യനായിരിക്കണമല്ലോ ഇതെല്ലാം ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ വിൽ പവർ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ പറയുന്ന ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇത് അദ്ദേഹത്തിനെ വളരെയധികം മാനസികമായിട്ട് ബാധിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ. പുള്ളി പറഞ്ഞത് അതിനുശേഷം പുള്ളി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുള്ളിയുടെ വൈഫിനോടും കുട്ടികളോടും അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, സോ യു ബി റെഡി ഫോർ ഇറ്റ്. അപ്പോൾ അവരെന്തുകൊണ്ടോ അത് മാനസികമായിട്ട് തന്നെ തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ, വീട്ടുകാർ എല്ലാവരെയും ഈ വിവരം അദ്ദേഹം അറിയിക്കേണ്ടവരറിയിച്ചു. അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം തുടർന്നു. എന്ന് പറഞ്ഞാൽ വളരെ ബിസിയായിട്ട് ഓടി നടക്കുന്ന ഒരാളാണ് പല സ്റ്റേറ്റുകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ 6 മാസം അദ്ദേഹം ഈ രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് തിങ് പുള്ളി ചെയ്തത്, പുള്ളിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പുള്ളിക്ക് ഭയങ്കര ഒരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പുള്ളി സ്വയം ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സസൈസ് തുടങ്ങി. വീട്ടിൽ തന്നെ, ജിമ്മൊന്നുമില്ല, പുഷപ്പ് എടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വേദനയാണ്. പക്ഷെ പിന്നെ പുള്ളി കഠിനമായി പരിശ്രമിച്ച്, പണ്ട് പുള്ളി ജിംനാസ്റ്റൊക്കെ ആയിരുന്നു ഈ കോളേജിൽ കളിച്ച് നടന്നിരുന്ന സമയത്ത്. അപ്പോൾ ആ ഫിസിക്കൽ എബിലിറ്റി പുള്ളി വീണ്ടെടുക്കുകയും ഈ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ, അപ്പം അകത്തുള്ള ഹെൽത്ത് എന്തെന്ന് പുള്ളിക്ക് അറിയില്ല. അങ്ങനെ 5-6 മാസം പുള്ളി അതുമായിട്ട് ഭയങ്കര തിരക്കിൽ കൂടി നടക്കുകയും അപ്പോൾ പുള്ളിയുടെ അമ്മ പുള്ളിയുടെ ആവശ്യപ്പെട്ടു 6 മാസത്തിന് ശേഷം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യൂ, നമ്മുടെ ഒരു സമാധാനത്തിലാണ്. അത് കാരണം പുള്ളി ഫിസിക്കലിയൊക്കെ ഭയങ്കര ഓക്കെയാണ്. അപ്പോൾ പുള്ളി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റും കൂടി ചെയ്യണം, എന്നാലേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. 2ാമത്തെ ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഫൈൻ. അപ്പോൾ ആദ്യത്തെ ഡയഗ്നോസിസ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അദ്ദേഹം ഇന്ന് വളരെ അദ്ദേഹത്തിനേക്കാൾ സക്സസ്ഫുള്ളായി, അതിനേക്കാൾ ആക്റ്റീവായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കഥയിൽ നിന്ന് 2ാമത്തെ കഥയിലോട്ട് വരുമ്പോൾ 2ാമത്തെ കഥയിലെ ആളെയും ഞാൻ പരിചയപ്പെടുന്നത് ഇതുപോലെ തന്നെ ഒരു ഇക്വിറ്റി ജേർണിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു പരിപാടിയിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്നെപ്പോലൊരു ആൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരെ കാണുകയും ഒരുപാട് പേരോട് സംസാരിക്കുകയും ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ മേരിക്കുട്ടിക്കൊക്കെ വേണ്ടി എത്രയോ ആൾക്കാർ, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അതുപോലെ ഓരോ സിനിമയ്ക്ക് അത് വലിയ ഭാഗ്യമാണ്. അപ്പം അതുപോലെ ഒരു ഇക്വിറ്റിയിൽ കൂടുതലായിട്ട് അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയാണ് ഈ ചെറുപ്പക്കാരൻ. വളരെ
മിടുക്കനായിട്ടുള്ള ആളാണ്. വളരെ വലിയ വളരെ പുരോഗമനപരമായ ചിന്തകൾ, വളരെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാർക്കറ്റ്. ഈ രണ്ടുപേരും രണ്ട് ദിശയിലായിരുന്നു. ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഒരു ലേറ്റ് ലേണർ ബട്ട് മേ ബി എ ജീനിയസ്. ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതൽ ഇത് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വന്നൊരാൾ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് ഇന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം ആ രീതിയിൽ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ചിന്തകളും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞു അതിൻ്റെ പേര് OCPD എന്നാണ് എൻ്റെ ഓർമ്മ. ലൈക്ക് OCD നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു ഇടയിലൊരു പേഴ്സണാലിറ്റി കൂടെ ചേർത്താൽ ഇങ്ങനൊരു അസുഖമാവും എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ബേസിക്കലി എനിക്ക് മനസ്സിലായ അസുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യവും ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ പെർഫെക്ഷനിൽ ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഡിപ്രഷനിലോട്ട് പോവുക, അങ്ങനെ സ്ഥിരമായി ഡിപ്രഷനിൽ കഴിയേണ്ടി വരുന്നൊരവസ്ഥ. ഇത് ഫസ്റ്റ് തിങ്. ഈ രണ്ടുപേരും നമ്മൾ ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ആളുടെ ഒരു അസുഖം ഫിസിക്കൽ ഒരു എന്താ പറയുക ഒരു സിഗ്നലായിരുന്നു, കൈയിൻ്റെ അസുഖം. ഡോക്ടേഴ്സ് ഡയഗ്നൈസ് ചെയ്തു. ഹി റെഫ്യൂസ്ഡ് മെഡിസിൻ. രണ്ടാമത്തെ ആളുടെ അസുഖം എന്ന് പറഞ്ഞാൽ അസുഖമായിട്ട് ആരും മനസ്സിലാക്കുന്നൊരു കാര്യമല്ല. അത് ഇയാൾ തന്നെയായിട്ട് കണ്ടെത്തിയതാണ്. ഇത് വളരെ ഡയഗ്നൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണ്. ആൻഡ് അയാളെ ഡയഗ്നൈസ് ചെയ്തു. അയാൾ റെഗുലറായിട്ട് മെഡിക്കൽ ഹെൽപ്പ് അതിനു വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പുള്ളി പല രീതിയിലുള്ള പഠനങ്ങൾ, മറ്റ് മേഖലയിലുള്ള ആർട്സ്, സ്പോർട്സ്, മ്യൂസിക്, ആ രീതിയിലുള്ള ഡൈവേർഷനായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ആക്റ്റീവായിട്ട് പഠിത്തം തുടരുന്നു. മെഡിസിൻ പരിപൂർണമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും എടുക്കുന്നു. മൂന്നാമത്തെ ആൾ ഒരു സിനിമയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത്. പിന്നെ ഒബ്വിയസ്ലി സാധാരണ നമ്മളുടെ കഥകളിൽ വരുന്ന പോലെ ഒരു കാലമുണ്ടല്ലോ എല്ലാവർക്കും. അത് കഴിയുമ്പോൾ അതൊക്കെ അവരൊക്കെ വിസ്മൃതിയില്ലാണ്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഞാൻ സിനിമയിലൊക്കെ വന്ന് കുറച്ച് ആക്റ്റീവായ സമയത്ത് റെഗുലറായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ബഹുമാനത്തിലാണ് സമീപിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നവർ മനസ്സിലായി ലൈക്ക് ദിസ് പേഴ്സൺ ഈസ് ഡെസ്പറേറ്റ്ലി ട്രൈങ് ഫോർ എ കം ബാക്ക്. കാരണം ദ പേഴ്സൺ വാണ്ട്സ് ദ ലൈം ലൈറ്റ്. ആൻഡ് അതിൻ്റെ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ആ ഡെസ്പിറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ബിക്കോസ് സിനിമ പോലത്തെ മീഡിയത്തിൽ അതുപോലെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് ഈസിയല്ല. ആൻഡ് മറ്റൊരു മേഖലയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ സിനിമയിൽ തന്നെ അയാൾ പ്രവർത്തിച്ചിരുന്ന മേഖലയിലല്ലാതെ മറ്റ് പല മേഖലകളിലും പുള്ളി ഡയറക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു. പല രീതിയിലും പല ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഒന്നും നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ എന്താ നമുക്കൊരു അറിയാം പുള്ളിയുടെ ഡെസ്പിറേഷൻ, കോൺഫിഡൻസ് ലെവൽ എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു എമ്പതി, നമുക്ക് വിഷമം തോന്നുക എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രാജഡി. അപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് എല്ലാം നിർത്തി. ദർ ഇസ് നോ മെസ്സേജസ്, ദർ ഇസ് നോ റിപ്ലൈസ്, നത്തിങ്. അപ്പോൾ പിന്നെ ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരാളായിട്ടാണ്. അതായത് ഭയങ്കര റിജുവിനേറ്റഡ് എനർജി, കോൺഫിഡൻസ്, പാഷൻ. സിനിമ എന്നുള്ളതല്ല, മറ്റ് ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവസാനം ഇദ്ദേഹത്തിനെ കാണുന്നത് അബുദാബിയിൽ വെച്ചിട്ടാണ്. ഒരു ഫംഗ്ഷന് വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. അപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ മുമ്പ് കാണുന്ന ആളെയല്ല. ആൾ വളരെ ഓപ്പണാണ്. വളരെ വളരെ ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, എങ്ങനെയാണിത്? ഇപ്പോൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാര്യം ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടോ, അപ്പോൾ അവർക്ക് ആ രീതിയിലൊരു ഹെൽപ്പായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പുള്ളി ഒരു ഗുരുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഹി ഫൗണ്ട് എ ഗുരു സംവേർ ഇൻ ദ നോർത്ത്, എ ഫിസിക്കൽ ആക്ച്വൽ ഗുരു. അപ്പം ഇപ്പോൾ റെഗുലർലി മാസത്തിലൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. അവിടെ 1-2 ദിവസം താമസിക്കും. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ്, അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് എന്നോ അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മനുഷ്യൻ ഇത്രയും സ്റ്റാർക്കായിട്ടുള്ളൊരു കോൺഫിഡൻസ് ലെവൽ, പേഴ്സണാലിറ്റി ലെവൽ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ ദർ ഇസ് സം ലെവൽ ഓഫ് ഗ്രേസ് ആൻഡ് എവറിത്തിങ്, ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ്, ഹി ടോക്സ് അബൌട്ട് ഹിംസെൽഫ്, പീപ്പിൾ ലുക്ക് അറ്റ് ഹിം വിത്ത് റെസ്പെക്റ്റ്. ആൻഡ് അപ്പോൾ സിനിമയെ കുറിച്ച് അദ്ദേഹം പിന്നെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ആസ് ലക്ക് വിൽ ഹാവ് ഇറ്റ്, ഐ തിങ്ക് ദ പേഴ്സൺ ഈസ് കമ്മിങ് ബാക്ക് ആൻഡ് maybe he will be successful here also, because അയാളുടെ പേഴ്സണാലിറ്റി അതാണ്.
അപ്പോൾ ഈ 3 കഥകളിലുമുള്ള ഏറ്റവും കോമൺ അല്ലാത്ത കാര്യം, ആദ്യത്തെ ഒരാൾ മൈൻഡ് പവർ തന്നെയാണ് അയാൾ പോയത്. രണ്ടാമത്തെ ആൾ പരിപൂർണമായിട്ടും മെഡിക്കൽ സയൻസിൽ വിശ്വസിച്ചു. മൂന്നാമത്തെ ആൾക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് തെറാപ്പി എന്നോ മറ്റോ പറയാവുന്ന ഒരു ആത്മീയ ഗുരുവിനെ അയാൾ കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ the net result of all these 3 stories are that ഈ 3 പേരും എക്സ്ട്രീംലി നന്നായി ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കുന്നു, സംതൃപ്തരായി ജീവിക്കുന്നു. അതാണല്ലോ അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പം എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ആദ്യത്തെ കഥയിലെ ആളെ ഞാൻ വീണ്ടും ഒരിക്കൽ ബോംബെയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സുഖമില്ലാതെ, ആൻഡ് ഹി പാനിക്ഡ് സോ മച്ച് ബിക്കോസ് ആ പണ്ടത്തെ ആ ഒരു ഓർമ്മ അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നുമില്ലാത്തൊരു അസുഖമായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ പോകാത്തതുകൊണ്ടും ഒരു മെഡിക്കൽ കെയർ ഇല്ലാത്തതുകൊണ്ടും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബാക്ക് ഓഫ് മൈൻഡിൽ അത് ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നെനിക്കറിയില്ല. ഇഫ് യു ഹാവ് എ പ്രോബ്ലം, ഗെറ്റ് ഹെൽപ്പ് either from your own mind or from the available medical resources, or if it is working that way, from an alternative medicine. അതിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യം, ഇത് ആദ്യത്തെ കഥയിലെ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. രഞ്ജിത്ത്, ഞാൻ ഈ അസുഖം വന്ന് എൻ്റെ ഒരു എപ്പിസോഡിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ അയാൾ വിളിക്കുന്നത് ഇത് ബ്രെയിനും ഇത് ഹൃദയവും എന്നാണ്, അല്ലെങ്കിൽ മൈൻഡ്. അയാൾ പറയുന്നത് ഞാൻ ബ്രെയിനും മൈൻഡും തമ്മിലൊരു കോൺവെർസേഷൻ ആരംഭിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കും, നീ രോഗിയാണ്, നിനക്ക് കുഴപ്പമുണ്ട്, നിനക്ക് പ്രശ്നമാണ്. അപ്പോൾ മനസ്സ് പറയും, മനസ്സിനെ ഇയാൾ സംസാരിപ്പിക്കാൻ ശീലിപ്പിച്ചു ബ്രെയിനിനോട്. അപ്പോൾ മനസ്സ് ബ്രെയിനോട് പറയും, ഓക്കെ എനിക്ക് അസുഖമുണ്ട്, നിനക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടോ? അപ്പോൾ ബ്രെയിൻ പറയും, സൊല്യൂഷനില്ല, പക്ഷേ നീ വയ്യ, നിനക്ക് സുഖമില്ല. അപ്പം മനസ്സ് പറയും, സൊല്യൂഷനില്ലല്ലോ, നീ മിണ്ടായിരിക്കും, വരുന്നിട്ട് വരട്ടെ. ഇത് കണ്ടിന്യൂസ്ലി ഇയാൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അവസാനം ഇയാളുടെ ബ്രെയിൻ അയാളോട് സംസാരിക്കാതെ, അയാളുടെ മനസ്സ് മാത്രമേ ഇപ്പോൾ അയാളോട് സംസാരിക്കുന്നുള്ളൂ. ആ മനസ്സ് പറയുന്നത് കേട്ടാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പുസ്തകവും അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. രമണ മഹർഷിയുടെ ഒരു പുസ്തകമാണ് അത്. ഒരുപാട് ഒരുപാട് കാലം എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഒരു ടേബിളിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പുള്ളിയോട് പറയുമ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പേജ് വായിക്കും. അന്ന് ഒരുപാട് കാലത്തേക്ക് അത് വായിക്കാൻ സാധിച്ചില്ല, നമ്മളതിലേക്ക് എത്തുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. എന്തായാലും അതിനെക്കുറിച്ച് പിന്നീടൊരു അവസരത്തിൽ പറയാം. സോ സ്റ്റാർട്ട് ലിസണിങ് ടു യുവർ മൈൻഡ്. ഇറ്റ് മേ ചേഞ്ച് maybe your life.